കാർഷിക വാർത്തകൾ. സോയാബീൻ വിപണിയിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി. യുഎസിൽ നിന്നും സോയാബീൻ വാങ്ങുന്നത് ചൈന താൽക്കാലികമായി നിർത്തിവച്ചു. ചൈനയോടുള്ള അമേരിക്കയുടെ സമീപനം മയപ്പെടുത്തുന്നത് സോയാബീനാണെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയിൽ നിന്നും സോയാബീൻ വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെച്ച ചൈന പകരം അധിക വിലയ്ക്ക് ബ്രസീലിൽ നിന്നാണ് എണ്ണക്കുരു ഇറക്കുമതി ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ $40 കൂടുതൽ നൽകിയാണ് ബ്രസീലിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. ഒരു മാസത്തിനുള്ളിൽ അമേരിക്കയിൽ സോയാബീൻ വിളവെടുപ്പ് ആരംഭിക്കും. സെപ്റ്റംബർ മുതൽ മുൻകൂർ വിൽപ്പന ബുക്കിംഗുകൾ നടക്കാറുണ്ടെങ്കിലും ഇത്തവണ ചൈന തീർത്തും കൈയൊഴിഞ്ഞ മട്ടാണ്. ചൈനയുടെ നീക്കത്തിൽ യുഎസിന് ആശങ്കയുണ്ടെങ്കിലും വരും വർഷങ്ങളിൽ ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ സോയാബീൻ എത്തിക്കാനുള്ള നീക്കം അമേരിക്ക നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർണാടകയിലെ അടയ്ക്കാത്തോട്ടങ്ങളിൽ കായ് ചീയൽ രോഗം പടരുന്നു. വിളയുടെ പകുതിയും നശിച്ചതായി റിപ്പോർട്ട്. കർണാടകയിലെ അടയ്ക്ക കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലെ അടയ്ക്കത്തോട്ടങ്ങളിൽ പഴംചീയൽ രോഗം വ്യാപകമായതായി അഖിലേന്ത്യാ അടയ്ക്ക കർഷക അസോസിയേഷൻ റിപ്പോർട്ട്. നിലവിലുള്ള വിളയുടെ 50% നശിച്ചതായി സർവേയിൽ കണ്ടെത്തി. 2023-24 കാലയളവിൽ കർണാടകയിൽ 6.77 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നിന്ന് 10.32 ലക്ഷം ടൺ അടയ്ക്കയാണ് ഉൽപ്പാദിപ്പിച്ചത്. 2023-24 ഇന്ത്യയിലെ 9.4 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നിന്ന് 14.11 ലക്ഷം ടൺ അടയ്ക്ക വിളവ് ലഭിച്ചു. ദക്ഷിണ കന്നഡ, ഉടുപ്പി, ശിവമോഗ, ഉത്തര കന്നഡ, ചിക്കമംഗളൂരു, ദാവണഗരെ, തുംകൂർ, കുടക് തുടങ്ങിയ മേഖലകളിലാണ് ചീയൽ രോഗം വ്യാപകം. കനത്ത മഴ കാരണം 84% കർഷകർക്കും തോട്ടങ്ങളിൽ കുമിൾനാശിനി തളിക്കൽ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല. കുമിൾനാശിനി തളിച്ചവരുടെ തോട്ടങ്ങളിൽ ഏകദേശം 30% വിളനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിളനാശത്തിൽ സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സംഘടനയുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലേക്ക് തേയില കയറ്റി അയക്കാൻ ശ്രീലങ്ക. സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ വിപണി വിപുലീകരിക്കാൻ ശ്രീലങ്ക ശ്രമിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള തേയില കയറ്റുമതി വർദ്ധിപ്പിക്കാനും പ്രാദേശിക കമ്പനികളുമായി പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനുമുള്ള ശ്രമമാണ് ശ്രീലങ്ക നടത്തുന്നത്. നിലവിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം ശ്രീലങ്കയ്ക്ക് പ്രതിവർഷം 15 ദശലക്ഷം കിലോഗ്രാം തേയില ഇളവ് താരിഫിൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുവാദമുണ്ട്. ഇതുവരെ ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുമായുള്ള വ്യാപാര സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം മുംബൈയിൽ വേൾഡ് ട്രേഡ് സെന്റർ സംഘടിപ്പിച്ച വ്യാപാര യോഗത്തിൽ ശ്രീലങ്കയുടെ ആക്ടിംഗ് കോൺസൽ ജനറൽ ഷിരാനി അരിയാരത്നെ വ്യാപാരത്തിലും സഹകരണത്തിലും വർധനവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാളികേര വിലയിൽ ഇടിവ്. വിപണിയിൽ കുരുമുളകിന് നേട്ടം. നാളികേര വില ഈ വാരം ആദ്യമായി ഇടിഞ്ഞു. തുടർച്ചയായി 4 ദിവസം സ്റ്റഡി നിലവാരത്തിൽ നീങ്ങിയ ശേഷമാണിത്. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില ക്വിന്റലിന് 200 രൂപയും കൊപ്രയ്ക്ക് 300 രൂപയും ഇടിഞ്ഞു. വിലയിടിവിന്റെ ആക്കത്തിൽ പിണ്ണാക്ക് വിലയും 200 രൂപ താഴ്ത്തിയത് നാളികേര കർഷകരെ സമ്മർദ്ദത്തിലാക്കും. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 36,600 രൂപയിലും കൊപ്ര 22,100 രൂപയിലുമാണ്. കാങ്കയത്ത് കൊപ്ര വില 20,400 രൂപയാണ്. ഓണം അടുത്ത വേളയിൽ വെളിച്ചെണ്ണ വില കുറയുന്നത് വിൽപ്പന തോത് വർദ്ധിക്കാൻ അവസരമൊരുക്കും. സൂപ്പർമാർക്കറ്റുകളിൽ വെളിച്ചെണ്ണയുടെ ശരാശരി വില ലിറ്ററിന് 370 രൂപയാണ്. അതേസമയം കേര ലിറ്ററിന് 460 മുകളിലാണ്. ഉത്തരേന്ത്യൻ ഡിമാൻഡിൽ കുരുമുളക് വില ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ചു. ശക്തമായ വാങ്ങൽ താൽപര്യത്തിൽ തുടർച്ചയായ 3-ാം വാരമാണ് കുരുമുളക് വില ഉയരുന്നത്. നിത്യേന ക്വിന്റലിന് 100 രൂപ മാത്രം ഉയർന്നിരുന്ന അൺഗാർബിൾഡ് കുരുമുളക് വില 68,000 രൂപയിൽ നിന്നും 85,200 കയറി. കാർഷിക മേഖലയിൽ നിന്നും കൊച്ചി മാർക്കറ്റിൽ 23 ടൺ കുരുമുളക് മാത്രമാണ് വിൽപ്പനയ്ക്ക് വന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.